നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായോ അല്ലാതെയോ മീറ്റിംഗ്സ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? മീറ്റിംഗ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാറുണ്ടോ? വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവാം, പക്ഷേ അത് വേണ്ട രീതിയിൽ ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾ അവിടെ മ്യൂട്ടായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങളൊരു മീറ്റിംഗ് കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന്. എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു 10 പവർ ഫ്രേസസ് പരിചയപ്പെടുത്തി തരാം. ലീഡർഷിപ്പ് കോച്ച് ഹേസൽ സൈ പറഞ്ഞു തന്ന ഈ 10 പവർ ഫ്രേസസ് നിങ്ങൾക്ക് ഏത് മീറ്റിങ്ങിലും ഉപകരിക്കും. ഹേസൽ സൈ ഒരു ലീഡർഷിപ്പ് കോച്ചാണ്. ഒരുപാട് പ്രൊഫഷണൽസിനെ കോച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മെൻറ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ പറഞ്ഞു തന്ന ഒരു 10 പവർ ഫ്രേസസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, ഐ ജസ്റ്റ് ഫിനിഷ് വാട്ട് ഐ വാസ് സെയിങ് ദെൻ ഐ വുഡ് ലൈക്ക് ടു ഹിയർ യുവർ പെർസ്പെക്റ്റീവ്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെൻ സമ്മൺ ടോക്ക് ഓവർ യു, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് സംസാരിച്ചു തുടങ്ങി, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. ഐ വിൽ ജസ്റ്റ് ഫിനിഷ് വാട്ട് ഐ വാസ് സെയിങ് ദെൻ ഐ വുഡ് ലവ് ടു ഹിയർ യുവർ പെർസ്പെക്റ്റീവ്. ഇത് 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 പറയുമ്പോൾ, ഇത് ഡെലിവർ ചെയ്യുമ്പോൾ വളരെ കാമായിട്ട് സംസാരിക്കണം. ഹോൾഡ് ഐ കോണ്ടാക്ട്. നിങ്ങൾ ആ വ്യക്തിയായിട്ട് ഐ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുക. റഷ് ചെയ്യരുത്, ഒട്ടും റഷ് ചെയ്യരുത്. വളരെ കാമായിട്ട് വേണം ഇത് ഡെലിവർ ചെയ്യാനായിട്ട്. സോ അവർക്ക് കാര്യം പിടികിട്ടും. സോ അവർ ഓട്ടോമാറ്റിക്കലി സൈലൻ്റ് ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്കായിട്ട് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇത് രണ്ടാമത്തെ ഫ്രേസാണ്. ഇറ്റ് സീംസ് ലൈക്ക് യു ഹാവ് മോർ ടു സേ ഓൺ ദാറ്റ്. അതായത് ചിലപ്പോൾ ചില മീറ്റിങ്ങിൽ ആരെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വേറെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ ഓൾറെഡി സൈലൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനും അങ്ങനെ വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ജോൺ എന്നാണ് വ്യക്തിയുടെ പേരെങ്കിൽ, ജോൺ, ഇറ്റ് സീംസ് ലൈക്ക് യു ഹാവ് മോർ ടു സേ ഓൺ ദാറ്റ്. മനസ്സിലായി? ഇപ്പോൾ ഇത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നു എന്നുള്ളതിനൊരു തെളിവാണ്. അപ്പോൾ അവരെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ദേ ഫീൽ ലൈക്ക് ദേ ആർ ഹിയർഡ്, അല്ലേ? അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും നിങ്ങളുടെ മീറ്റിങ്ങിൽ. ഇത് ഡെലിവർ ചെയ്യുമ്പോൾ കോൺഫിഡൻറ്റോടുകൂടി ഡെലിവർ ചെയ്യുക. ഒരു സപ്പോർട്ടീവ് ടോണിൽ, നമ്മുടെ കൊളീഗിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലേ? ആ ഒരു സപ്പോർട്ടീവ് ടോണിൽ കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, ഐ വുഡ് ലൈക്ക് ടു സർക്കിൾ ബാക്ക് ടു വാട്ട് ജോൺ വാസ് സെയിങ്. അപ്പോൾ ജോൺ പറഞ്ഞത് എന്താണ്, അതിലേക്ക് ഞാൻ തിരിച്ചു വരുവാണ്. ജോൺ എന്തോ പറഞ്ഞു തുടങ്ങിയില്ല, എന്താണ് ജോൺ? നമ്മൾ ജോണിനെയും കൂടെ വാല്യൂ ചെയ്യണം അവിടെ, അല്ലേ? അപ്പോൾ ജോണിന് ഫീൽ ചെയ്യും, ഓ, ഐ എം റെക്കഗ്നൈസ്ഡ്. അവർക്കൊരു റെക്കഗ്നേഷൻ കിട്ടുന്ന പോലെയാണ്. അതാണ് സെക്കൻഡ് ഫ്രേസ്. നെക്സ്റ്റ്, തേർഡ് വൺ, ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ്, ഹിയർസ് അനദർ വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. ഇതെപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരാളുടെ അഭിപ്രായത്തോട് എതിരാണ്. ഇപ്പോൾ വേറൊരാളൊരു ഐഡിയ പറഞ്ഞു, നിങ്ങൾക്കത് യോജിക്കാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് അവിടെ ഒരു വഴക്കിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യല്ല വേണ്ടത്. കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യണം, ബട്ട് നിങ്ങൾക്ക് അതിനോട് ഡിസഗ്രി ചെയ്യണം. പക്ഷേ അവരത് ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യാനും പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ്, ബട്ട് ഹിയേഴ്സ് എൻ അതർ വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. നിങ്ങൾ പറഞ്ഞത് ഇൻട്രസ്റ്റിംഗ് ആണ്, ബട്ട് എൻ്റെ കയ്യിൽ വേറൊരു ഇത് ഐഡിയയും കൂടി ഉണ്ട്, ഇതൊന്ന് കേട്ട് നോക്കൂ. അത് വളരെ പൊളൈറ്റായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് അവർ ഒഫൻഡഡ് ആയിട്ട് ഒട്ടും ഫീൽ ചെയ്യില്ല, ബട്ട് അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അവതരിപ്പിക്കാനുള്ളൊരു സ്പേസ് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഡെലിവർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കീപ്പ് യുവർ വോയിസ് സ്റ്റഡി ആയിട്ട് സംസാരിക്കുക. ഒരു എൻഗേജിങ് ടോണിൽ കുറച്ച് തലയൊക്കെ ഒന്ന് ടിൽറ്റ് ചെയ്ത് സിഗ്നൽസ് കൊടുത്ത് ഒരു എൻഗേജിങ് ടോണിൽ സംസാരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് സംസാരിക്കുമ്പോഴും വോയിസ് മോഡുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതുകൊണ്ടാണ് ഞാനിത് ഹൗ ടു ഡെലിവർ എന്നുള്ളൊരു ഇത് പറയുന്നത്. എങ്ങനെ ഡെലിവർ ചെയ്യണം ഓരോ ഫ്രേസസും, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വോയിസ് ടോൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും വോയിസ് ടോൺ മോഡുലേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഫോർത്ത് വൺ, ഐ എം കോൺഫിഡൻറ്റ് ഇൻ ദിസ് അപ്രോച്ച് ആൻഡ് ഹിയർ ഇസ് വൈ. അതായത് നിങ്ങളിപ്പോൾ ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുകയാണ്, ഓക്കെ, പക്ഷേ നിങ്ങൾ വേറൊരാളുടെ ഒരു ഡിസിഷനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റീഇൻഫോഴ്സിങ് യുവർ എക്സ്പെർട്ടൈസ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. ഐ എം കോൺഫിഡൻറ്റ് ഇൻ ദിസ് അപ്രോച്ച് ആൻഡ് ഹിയർ ഈസ് വൈ. നിങ്ങൾ നിങ്ങളുടെ ഐഡിയനെ സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലേ? മറ്റുള്ളവർക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും, ഇത് വർക്കാവോ, ഇത് ശരിയാവോ എന്നൊക്കെ ഒരു തോന്നൽ വരുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ്, ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, ഈ അപ്രോച്ച് നല്ലതാണ്, ഇതിൻ്റെ കാരണം ഇതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കണം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം ഇത് പറയാനായിട്ട്. പക്ഷേ ഒട്ടും അഗ്രസീവായിട്ടോ അല്ലെങ്കിൽ ഒരു ടോൺ കൂട്ടിയൊന്നും സംസാരിക്കരുത്. അപ്പോൾ കേൾക്കുന്നവർ കുറച്ച് ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ സംസാരിക്കരുത്. വളരെ പൊളൈറ്റായിട്ട് നിങ്ങൾക്കിത് ഡെലിവർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് കൺസിഡർ ദ ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ബിഫോർ വി ഡിസൈഡ്. ഓക്കെ, ഇത്
എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? വെൻ ദ കോൺവെർസേഷൻ ഫീൽസ് റഷ്ഡ് ഓർ ഷോർട്ട് സൈറ്റഡ്. അതായത് ഈ കോൺവെർസേഷൻ ചിലപ്പോൾ വളരെ ചെറിയൊരു കാലഘട്ടത്തിന് മാത്രമായിരിക്കും കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനുള്ളൊരു തിടുക്കത്തിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഇത് യൂസ് ചെയ്യാം. ലെറ്റ്സ് കൺസിഡർ ദ ലോങ് ഇംപ്ലിക്കേഷൻസ് ബിഫോർ വി ഡിസൈഡ്. നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചൊരു നീണ്ട കാലയളവിനെ പറ്റി ചിന്തിക്കണം, അല്ലേ? ഈ ഒരു പർട്ടിക്കുലർ ഒരു ഇത് ഈ നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്യുന്ന ഈ ഒരു ഡിസിഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലോങ് ടേമിൽ എങ്ങനെയായിരിക്കും, അതുകൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. സോ അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രേസാണിത്. ലെറ്റ്സ് കൺസിഡർ ദി ലോങ് ടൈം ഇംപ്ലിക്കേഷൻസ് ബിഫോർ വി ഡിസൈഡ്. നെക്സ്റ്റ് വൺ, സിക്സ്ത്, ലെറ്റ്സ് പോസ് ആൻഡ് കൺഫേം വി ആർ അഡ്രസ്സിങ് ദ റൈറ്റ് പ്രയോറിറ്റി. സോ ഇപ്പോൾ നിങ്ങൾ മീറ്റിങ്ങിൻ്റെ ഇടയിൽ സംസാരിച്ച് വേറെ വേറെ ടോപ്പിക്കിലേക്കൊക്കെ പോവാണ്, അതായത് കുറച്ച് ഒട്ടും പ്രയോറിറ്റി അല്ലാത്ത കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം എല്ലാവരെയും. സോ അവിടെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്രേസാണിത്. ലെറ്റ്സ് പോസ് ആൻഡ് കൺഫേം വി ആർ അഡ്രസ്സിങ് ദ റൈറ്റ് പ്രയോറിറ്റി. നമ്മൾ റൈറ്റ് പ്രയോറിറ്റി ഐറ്റം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് വൺ, സെവൻത്ത്, ഐ സീ വേർ യു ആർ കമ്മിങ് ഫ്രം, ഹിയേഴ്സ് വാട്ട് ഐ എം ഓൾസോ സീയിങ്. സോ ഇത് നിങ്ങൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെൻ യു നീഡ് ടു ചാലഞ്ച് ആൻ ഐഡിയ ബട്ട് വാണ്ട് ടു കീപ് ദ കോൺവെർസേഷൻ റെസ്പെക്ട്ഫുൾ ആൻഡ് ഓപ്പൺ. അതായത് നിങ്ങളുടെ കളിക്ക് ഒരു ഐഡിയ പറഞ്ഞു, പക്ഷെ നിങ്ങൾക്കത് ചലഞ്ച് ചെയ്യണം. ബട്ട് നിങ്ങൾക്ക് അയാളെ ഒഫൻഡഡ് ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്യരുത്. ബട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുകയും വേണം, അതൊരു കോൺവെർസേഷൻ ഓപ്പൺ ആയിട്ട് നിലനിർത്തുകയും വേണം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണിത്. ഐ സീ വേർ യു ആർ കമ്മിങ് ഫ്രം, ഹിയർ ഇസ് വാട്ട് ഐ എം ഓൾസോ സീയിങ്. നിങ്ങൾ എവിടേക്കാണ് പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്നെനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഈ ഒരു ഫ്രേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അവരുടെ പേഴ്സ്പെക്റ്റീവ് അക്നോളജ് ചെയ്യുകയാണ്. അതായത് അവരുടെ പേഴ്സ്പെക്റ്റീവിനെ നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അതേസമയം നിങ്ങൾ ചെറിയൊരു റെസിസ്റ്റൻസ് കൊടുത്തിട്ട് അതിനോട് ചെറിയൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ കൂടുതൽ ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രേസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഒരാളായിട്ട് ഒന്ന് അയാളുടെ ഐഡിയ അയാളോട് റെസിസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അയാളുടെ ഐഡിയ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ ഐഡിയാസ് ഓപ്പൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്രേസാണത്. നെക്സ്റ്റ് വൺ, സപ്പോസ് നിങ്ങളുടെ മീറ്റിംഗ് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു തീരുമാനത്തിലെത്തുന്നില്ല, വെറുതെ ഇങ്ങനെ വലിഞ്ഞഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്രേസാണത്. ഐ അപ്രീഷിയേറ്റ് ദ ഡെപ്ത് ഓഫ് തിങ്കിങ് ഇൻ ദിസ് ഡിസ്കഷൻ. ടു മൂവ് ഫോർവേഡ് അവർ നെക്സ്റ്റ് സ്റ്റെപ്സ് ആർ. അതായത് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്സ് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റെപ്സ് നിങ്ങൾ അനൗൺസ് ചെയ്യുക അവിടെ. വെറുതെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വളരെ ഡ്രാഗ് ചെയ്ത് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സോ അവിടെ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസാണിത്. ഇതൊരു അപ്രീഷിയേറ്റീവ് ടോണിൽ സംസാരിക്കണം എപ്പോഴും. 9, പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും, കുറച്ച് ടാസ്കുകൾ ഓൾവേസ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്, ചില ടാസ്കുകൾ എപ്പോഴും നിങ്ങളുടെ തലയിൽ തന്നെ വന്ന് വീഴും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ഫ്രേസാണിത്. നിങ്ങൾക്ക് അയാളുടെ പേര് വിളിക്കാം. ഫോർ എക്സാമ്പിൾ അയാളുടെ പേര് ജോൺ എന്നാണെങ്കിൽ, ജോൺ, സിൻസ് യു ആർ ബെസ്റ്റ് പൊസിഷൻ ടു ഹാൻഡിൽ ദിസ് ടാസ്ക്, ക്യാൻ യു ടേക്ക് ദ ലീഡ് ഓൺ ഇറ്റ് സോ വി ക്യാൻ മൂവ് ദിസ് ഫോർവേഡ്. അതായത് നിങ്ങൾ ആ സമയത്ത് നൈസായിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി വേറൊരുത്തിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായി? പക്ഷേ അയാൾക്കത് എതിർക്കാനും പറ്റില്ല, കാരണം നിങ്ങൾ അയാളെ ഒന്ന് എന്താ പറയുക, ഒന്ന് സൂചിപ്പിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളാണ് ഇത് ചെയ്യാനായിട്ട് ബെസ്റ്റ്, അതുകൊണ്ട് നിങ്ങൾക്കിത് ലീഡ് ചെയ്യാമോ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ഫ്രേസാണിത്. ആർക്കും നോ പറയാൻ പറ്റില്ല. സോ നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ ഫ്രേസ്. ഓക്കെ, പിന്നെ ഈ ഒരു ഫ്രേസ് ഡെലിവർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു ക്വസ്റ്റ്യനായിട്ട് അത് വുഡ് യു മൈൻഡ് അങ്ങനെയൊന്നും ചോദിക്കരുത്. അതൊക്കെ ഒരു റിക്വസ്റ്റ് ആണ്, അല്ലേ? ഇതൊരു റിക്വസ്റ്റ് അല്ല നമ്മളിവിടെ പറയുന്നത്, ഇറ്റ്സ് ആൻ അസൈൻമെൻറ്റ്. നമ്മൾ ഒരു കാര്യം അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ കീപ് ഇറ്റ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. ഇത് വുഡ് യു മൈൻഡ് ഡു ദാറ്റ്, വുഡ് യു മൈൻഡ് ടേക്ക് എ ലീഡ് ഓൺ ദിസ്, അങ്ങനെയൊന്നും ചോദിക്കരുത്. വുഡ് യു മൈൻഡ് അങ്ങനെ നമ്മളൊരു റിക്വസ്റ്റ് പോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് നോ പറയാനുള്ളൊരു ചാൻസ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ചാൻസ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ഡ്യൂട്ടി അസൈൻ ചെയ്യുകയാണ് അയാൾക്ക്. ഓക്കെ, സോ അപ്പോൾ ആ രീതിയിൽ വേണം ഈ ഫ്രേസ് ഡെലിവർ ചെയ്യാനായിട്ട്. സോ ദ ലാസ്റ്റ് ഫ്രേസ് കുറച്ച് വലുതാണ്. നമ്മളൊരു മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അറ്റ് എൻഡ് ഓഫ് ദിസ് മീറ്റിംഗ് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മീറ്റിങ്ങിൽ നിന്നുള്ള കീ ടേക്ക് അവേസ്, എന്ത് ക്ലാരിറ്റിയാണ് നമുക്ക് കിട്ടിയത്, ആർക്കൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു ടാസ്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ
ആ ടാസ്ക് ആർക്കൊക്കെയാണ് അസൈൻ ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇതിന് അക്കൗണ്ടബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫൈനലി എൻഡ് ഓഫ് ദ മീറ്റിങ്ങിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഫ്രേസാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ ഫ്രേസിൽ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. നമ്മളുടെ മീറ്റിങ്ങിന് ശേഷം എന്തായിരുന്നു നമ്മുടെ ഗോൾ, നമ്മുടെ കീ ടേക്ക് അവേസ് എന്തൊക്കെയാണ് നമ്മൾ കീ ടേക്ക് അവേസ്, എന്തൊക്കെയാണ് പ്രയോറിറ്റീസ്, ആരൊക്കെയാണ് ഇതിൽ ടാസ്ക് അസൈൻ ചെയ്തിരിക്കുന്ന അവരുടെ പേര്, ടാസ്കുകൾ എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് ഓരോ ടാസ്കിന് ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ ആ ടൈം ഫ്രെയിം എന്താണ്, ഇതെല്ലാം നമ്മൾ ഈ ഫ്രേസിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. അത് നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അതനുസരിച്ച് നിങ്ങൾക്കവിടെ ഫില്ല് ചെയ്യാം. സോ ദ ഫ്രേസ് ഇതാണ്: ഗിവൺ അവർ ഗോൾ ടു ഡാഷ്, അവിടെ ഗോൾ പറയാം, വി ഹാവ് അലൈൻഡ് ഓൺ കീ ടേക്ക് അവേ 1 ആൻഡ് കീ ടേക്ക് അവേ 2 ആസ് അവർ പ്രയോറിറ്റീസ്. എന്നിട്ട് നമ്മൾ ഓരോരുത്തരുടെ പേര് പറയാം. ജോൺ, യു വിൽ ടേക്ക് ദ ലീഡ് ഓൺ ദിസ് ടാസ്ക് ആൻഡ് വിൽ ചെക്ക് ഇൻ ഓൺ വീക്ക്ലി ടു എൻഷുർ ദ പ്രോഗ്രസ് സ്റ്റേസ് ഓൺ ട്രാക്ക്. ഓക്കെ, വി ആർ അലൈൻഡ് ഓൺ വാട്ട് നീഡ്സ് ടു ബി ഡൺ നൗ, ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ. സോ ദാറ്റ്സ് ഓൾ. ഇതൊക്കെയാണ് 10 ഫ്രേസസ്. ഈ ഒരു 10 ഫ്രേസസ് നിങ്ങളുടെ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്റ്റാർട്ട് സ്മോൾ. അതായത് ആദ്യമേ കയറി ഇങ്ങനെ ബൈഹാർട്ട് ഈ 10 ഫ്രേസും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് റിമെമ്പർ വൺ. നെക്സ്റ്റ് മീറ്റിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ഒരെണ്ണം, നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന ഒരെണ്ണം നിങ്ങൾ എന്താ പറയുക പിക്ക് ചെയ്യുക, അത് റിമെമ്പർ ചെയ്യുക, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അത് എന്തായാലും നിങ്ങളുടെ നെക്സ്റ്റ് മീറ്റിങ്ങിൽ ഡെലിവർ ചെയ്തിരിക്കണം. എൻ്റെ അടുത്ത മീറ്റിങ്ങിൽ അടുത്ത ഒരെണ്ണം നോക്കുക. അങ്ങനെ കീപ്പ് ഇറ്റ് സിമ്പിൾ. വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്കത് ഓരോന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.